ഹലോ, വെൽക്കം ബാക്ക് ടു തനിമലബാർ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ത് സൂപ്പറാണെന്ന്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ആ ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനുശേഷം നമ്മളതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. കണ്ടോ, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിക്ക് ശേഷം നമ്മൾ ചിക്കൻ മസാല ചേർത്തു. ചിക്കൻ മസാല ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനാണ്. കണ്ടോ, ഇനി നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് അമ്മ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലേ ചിക്കൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഈ മസാലയൊക്കെ അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റി ആവും. അപ്പോൾ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഒരിത്തിരി കോൺഫ്ലവർ ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിത്തിരി കോൺഫ്ലവർ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി മിക്സ് ചെയ്ത് കുറച്ച് സമയം അത് അവിടത്തേക്ക് മാറ്റി വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി അതൊന്ന് ചൂടായി വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിതാ നേരെ ആ ചിക്കൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലേ മസാലയ്ക്ക് നല്ലപോലെ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഓയിലിലേക്ക് ഇട്ട്. ഓക്കെ, ഇനി അത് ഓയിലിൽ കിടന്ന് നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വരണം. അങ്ങനെ നമ്മൾ ആ സൈഡിൽ കുറച്ച് സമയം വെച്ചപ്പോൾ അത് റെഡിയായപ്പോൾ നമ്മൾ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡും കൂടെ നന്നായിട്ടാവാം. നമ്മൾ ഓയിൽ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ മുങ്ങിപ്പൊരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ സൈഡ് തിരിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം ആയി വന്നപ്പോൾ വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ചേർത്തെടുത്തു. അപ്പോൾ കണ്ടോ, ഉള്ളി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളിയൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്തു. അപ്പോൾ കണ്ടത് തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഉള്ളിയിലേക്കും തക്കാളിക്കും പിടിക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും ഒരു തരി ചിക്കൻ മസാലയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യും. ഇനിയാണ് നമ്മൾ ഫ്രൈ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തേങ്ങേൻ്റെ 1/4 ഭാഗം 3/4 നമ്മളിപ്പോൾ ചിരവിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഈ തേങ്ങേനും കൂടെ അതിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ മസാലയും കാര്യങ്ങളൊക്കെ തേങ്ങയിലും കൂടെ പിടിച്ച് എണ്ണയിലിങ്ങനെ വെന്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഈ ഫ്രൈൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഐറ്റം തേങ്ങയാണ്. തേങ്ങ മാത്രം നമുക്ക് വെച്ച് ചോറ് വയ്ക്കാൻ പറ്റും, അടിപൊളിയാണ്. അപ്പോൾ നമ്മളതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വേവാൻ വെച്ച് ഇപ്പം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. വേവാൻ വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരികയാണ്. ഫൈനൽ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവും. അത്രയും അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും അടിപൊളിയാണ്. കഴിക്കാനാണെങ്കിൽ പിന്നെ പറയണ്ട, അത്രയും സൂപ്പർ ടേസ്റ്റാണ്.
അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും അടിപൊളിയാണ്. ഇതിൻ്റെ മസാല മാത്രം കൂട്ടി നമുക്ക് ചോറ് വയ്ക്കാം. ഞാൻ ഇതിന് എക്സ്ട്രാ കറി പോലും വാങ്ങിയിട്ടില്ല.